ഹായ് ഓൾ, ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ വിജയങ്ങൾ കൈവരിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലേ. അവരുടെ ജീവിതത്തിൽ അവർ എന്തിൽ ചെന്ന് തൊട്ടാലും അതെല്ലാം പൊന്നാക്കി മാറ്റിയവരായിരിക്കും. അവരുടെ ജീവിതത്തിൽ വച്ചടി വിജയങ്ങളായിരിക്കും ഉണ്ടാവുന്നതല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരൊരു പ്രത്യേക ജീവിത രീതിയിൽ അല്ലെങ്കിൽ വളർന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ പറയാം അവർക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ കൊള്ളാം അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ചില ആൾക്കാർ വളരെ സന്തോഷത്തോടെയാണ് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നത്. എന്നാൽ ചിലർ വളരെ നിരാശയോടെ ആയിരിക്കും അവരുടെ ജീവിതം നയിക്കുന്നത്. ചിലർ നല്ല ആത്മവിശ്വാസമുള്ളവരായിരിക്കും, എന്നാൽ ചിലരാകട്ടെ അവർക്ക് ജീവിതം മുഴുവനും ഒരു അവിശ്വാസിയും അതുപോലെ സംശയാലുവും എല്ലാം ആയിരിക്കും അല്ലേ. ഒരാൾ വളരെ ആർഭാടപൂർണമായ ജീവിതം നയിക്കുമ്പോൾ ഒരാൾ വളരെ കഷ്ടതയിലുള്ള ജീവിതമായിരിക്കും നയിക്കുന്നത്. ഒരാൾ വളരെ പരിപൂർണ ആരോഗ്യമുള്ള ജീവിതം നയിക്കുമ്പോൾ മറ്റേയാൾ എന്ത് ചെയ്യുന്നു, വളരെ രോഗങ്ങൾ നിറഞ്ഞ ദുരിതങ്ങൾ നിറഞ്ഞ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് വളരെ കഷ്ടതയിലുള്ള വളരെ ദുരിതപൂർണമായ ജീവിതമായിരിക്കും നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നത്? ചില അവിശ്വാസികളാകട്ടെ അവരുടെ ജീവിതം, അവർക്ക് ഈശ്വരവിശ്വാസം ഇല്ലെങ്കിലും അവരുടെ ജീവിതം വളരെ സുഖപ്രദമായിരിക്കും. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകും. എന്നാൽ നല്ല വിശ്വാസമുള്ള ഈശ്വരവിശ്വാസമുള്ള ചില ആൾക്കാർ വളരെ ദുരിതങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും അപ്പോൾ ഈ ദുഷ്ടത ചെയ്യുന്നവർക്ക് ദൈവം നല്ലത് കൊടുക്കുന്നു, എന്നാൽ നല്ല വിശ്വാസികളായ ഈശ്വരവിശ്വാസമുള്ള ഈശ്വര ഭയമുള്ള ആൾക്കാർ ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നതെന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആൻസർ നമ്മുടെ ബോധ മനസ്സും തമ്മിലുള്ള ആ ഒരു പ്രവർത്തികൾ, ആ ഒരു ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും ആ പ്രവർത്തികളിൽ നിന്ന് തന്നെ നമുക്ക് അതിനുള്ള ആൻസർ നമുക്ക് ലഭിക്കും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയങ്ങളെല്ലാം സാധ്യമാകും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കാനായിട്ട് നമുക്കും കഴിയും. പരിപൂർണ ആരോഗ്യവും അതുപോലെ സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം നമുക്കും നമ്മുടെ ജീവിതത്തിൽ നേടാനായിട്ട് കഴിയും. നമ്മൾ അതിന് ഒന്ന് മാത്രം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഉപബോധ മനസ്സിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാണോ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി, ആ ഒരു മൈൻഡ് പവർ ക്ലാസ്സിലൂടെ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഞാൻ എന്നാണോ തിരിച്ചറിഞ്ഞത്, അന്ന് മുതലേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ആ ഒരു ബോധ മനസ്സിൻ്റെ ആ പവർ ഞാൻ മനസ്സിലാക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആ ഒരു ശക്തി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ എന്നു മുതലാണോ എൻ്റെ ഉപബോധ മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ എൻ്റെ ജീവിതവും മാറാനായിട്ട് തുടങ്ങി. ഞാൻ പറയുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് സന്തോഷവും സമാധാനവും എല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നേടാനായിട്ട് കഴിഞ്ഞു. ഞാനിത് മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയി എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് എൻ്റെ പല ആഗ്രഹങ്ങളും ഞാൻ നേടിയിട്ടുണ്ട്, ഇപ്പോഴും നേടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ ലോ ഓഫ് അട്രാക്ഷനും നമ്മുടെ മൈൻഡ് പവറും അതിലൂടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും കൂടി ചേർത്ത് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിത ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നേടാനായിട്ട് കഴിയും. നമുക്ക് പരിപൂർണ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും എല്ലാം നേടാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എങ്ങനെ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും. നമ്മുടെ വിധിയെപ്പോലും നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് ഈ മൈൻഡ് പവർ ഉപയോഗിച്ച് കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കണം. എൻ്റെ വരും വീഡിയോസിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്, ഞാൻ വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒരുപാട് പേരിലേക്ക് എത്തണം. കാരണം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ എല്ലാവരും ഈ മൈൻഡ് പവർ മനസ്സിലാക്കി നമുക്ക് വിജയിക്കാനുള്ള ആ ഒരു അമൂല്യനിധി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ഈ ദുരിതങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം. എല്ലാവരും മൈൻഡ് പവർ നമ്മുടെ
മനസ്സിൻ്റെ ആ ഒരു പവർ മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. നമ്മുടെ ആ ദുരിതങ്ങളെല്ലാം നമ്മൾ മറികടന്ന് നമ്മൾ വിജയത്തിലേക്ക് എത്തണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.